ഒരുപക്ഷെ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല, അവരെ ദൈവം പ്രേരിപ്പിച്ചാണ്. അവരിലൂടെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് കണ്ടത് നമ്മുടെ മുഖത്തൊരു വിഷാദം, നമ്മുടെ ദുഃഖം. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം അവരെ പ്രചോദിപ്പിച്ചത് കൊണ്ടാണ് അവരങ്ങനെ സ്നേഹിതന്മാരെ നമ്മുടെ അടുത്ത് വരാനും നമ്മളെ സഹായിക്കാനും ഒക്കെ ഇടയായത്. എന്നാൽ നമ്മളെ ജീവിക്കുന്ന ദൈവം നേരിട്ട് വന്ന് നമ്മളെ സഹായിക്കും, ശക്തിപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടാവും. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയില്ല. കാരണം നമ്മൾ ഭൗതികമായ നട്ടോട്ടാണ്. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത് ദൈവം നേരിട്ട് അനുഗ്രഹം കൊണ്ടാണ്. കാരണം എതിരെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്, മുമ്പിലും പുറകിലും വാഹനങ്ങൾ വരുന്നുണ്ട്. നാം ജീവിക്കുന്ന വ്യഗ്രതയിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ നമ്മുടെ വാഹനത്തെയും മുമ്പിലും മുമ്പിലും വരുന്ന വാഹനത്തെയും എല്ലാം ദൈവം അനുഗ്രഹിച്ചുകൊണ്ടല്ലേ. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ഓരോരുത്തരുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തോട് നന്ദി പറഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകണം. അതുപോലെ തന്നെ ഒരുപക്ഷെ രോഗം വന്നു, എന്തു ചെയ്യണം? ബൈബിളിനെ ആസ്പദമാക്കി പറയട്ടെ, നാം ഡോക്ടർമാരെ സമീപിക്കണം, ഔഷധങ്ങൾ നമ്മൾ കണ്ടെത്തണം. അത് കൃത്യമായ അളവിലും അവരുടെ നിർദ്ദേശപ്രകാരം അവരിലൂടെ ദൈവം